ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡ് തമിഴ്നാട് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമയെ നേട്ടങ്ങൾ നേടിയെടുത്ത ഗുഡ് ബാഡ് അഗ്ലി ആ സിനിമയുടെ രണ്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് ആകെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ ആദ്യ ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 75 ലക്ഷം ഗ്രോസ് കളക്ഷനും തമിഴ്നാട് കളക്ഷൻ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം 30,90,00,000 ഗ്രോസ് കളക്ഷനും നേടിയെടുത്ത സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 51 കോടി കളക്ഷൻ വന്നിരിക്കുകയാണ്. ഒരു അജിത് സിനിമയുടെ റെക്കോർഡ് ഗ്ലോബൽ ബോക്സ് ഓഫീസ് ആദ്യ ദിവസ കളക്ഷൻ വന്ന സിനിമയ്ക്ക് ഇന്ന് രണ്ടാം ദിവസവും ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരൽപ്പം കളക്ഷൻ ഇടിവെന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 18 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 75 ലക്ഷം ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 50 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 1,30,00,000 എത്തപ്പെടും. അതേസമയം പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ വർധനയും കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി 2 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസത്തെ ചെറിയൊരു കളക്ഷൻ ഇടിവ് 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസിൽ സിനിമയ്ക്ക് ഉണ്ടാകും. കാരണം ആദ്യ ദിവസത്തെ സിനിമയുടെ കളക്ഷനിൽ ഓവർസീസ് കളക്ഷൻ പ്രീമിയർ ഷോസിലെ കളക്ഷൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തോടെ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുഡ് ബാഡ് അഗ്ലിക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 90-100 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.